ടു വൺസ് കോച്ചിങ്. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇലക്ട്രിക്കൽ സ്റ്റുഡൻസിന് മെയിനായിട്ട് വരുന്നൊരു സബ്ജക്റ്റാണ് ഇലക്ട്രിക്കൽ മെഷീൻസ് അല്ലേ. അപ്പോൾ ഇലക്ട്രിക്കൽ മെഷീൻസിലെ AC മെഷീൻസിൽ വരുന്ന ടോപ്പിക്കാണ് ട്രാൻസ്ഫോമേഴ്സ്. അപ്പോൾ ട്രാൻസ്ഫോമേഴ്സ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ട്രാൻസ്ഫോമേഴ്സ് സെഷൻ 1 കൺസ്ട്രക്ഷൻ, വർക്കിംഗ് പ്രിൻസിപ്പിൾ ആൻഡ് ടൈപ്സ്. ഓക്കെ, അപ്പോൾ 1 by 1 ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആദ്യം വാട്ട് ഈസ് എ ട്രാൻസ്ഫോമർ എന്നുള്ളതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. ഓക്കെ, നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ് ട്രാൻസ്ഫോമർ, അല്ലെങ്കിൽ കണ്ടിട്ടുള്ളതാണ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ. എന്താണ് ട്രാൻസ്ഫോമർ എന്ന് വെച്ചാൽ? എന്തിനു വേണ്ടി ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്യുന്നത്? ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് വോൾട്ടേജ് ലെവലിൻ്റെ വേരിയേഷൻ, അല്ലെങ്കിൽ വോൾട്ടേജ് സ്റ്റെപ്പ് അപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്യുക. ഇനി ഈ ട്രാൻസ്ഫോമറിനെ കുറിച്ച് കൂടുതലായിട്ട് പറയുമ്പോൾ ആദ്യം പറയേണ്ടത് ഇതൊരു സ്റ്റാറ്റിക് ഡിവൈസ് ആണ്. അതായത് ട്രാൻസ്ഫോമറിൽ റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള പാർട്സ് ഒന്നുമില്ല അല്ലേ. നമുക്കറിയാം മറ്റ് ഇലക്ട്രിക്കൽ മെഷീൻസ്, DC മോട്ടോർ, DC ജനറേറ്റർ അല്ലെങ്കിൽ ഇൻഡക്ഷൻ മെഷീനൊക്കെ ആണെങ്കിൽ എല്ലാം റൊട്ടേറ്റ് ചെയ്യുന്ന മെഷീനുകളാണ്. പക്ഷേ ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ച് അങ്ങനെ റൊട്ടേറ്റിംഗ് പാർട്ടില്ല. സോ ഇറ്റ് ഈസ് നോൺ ആസ് സ്റ്റാറ്റിക് ഡിവൈസ്. ഇനി വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എ ട്രാൻസ്ഫോമർ? ട്രാൻസ്ഫേഴ്സ് പവർ ഫ്രം വൺ സർക്യൂട്ട് ടു അനദർ സർക്യൂട്ട് വിത്തൗട്ട് ചേഞ്ചിങ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യാതെ ഒരു സർക്യൂട്ടിൽ നിന്ന് മറ്റേ സർക്യൂട്ടിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ നമുക്ക് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ ഐസൊലേഷനോട് കൂടി നമുക്ക് ഒരു സർക്യൂട്ടിൽ നിന്ന് മറ്റൊരു സർക്യൂട്ടിലേക്ക് പവർ ട്രാൻസ്ഫർ ചെയ്യാൻ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ സ്റ്റെപ്പിംഗ് അപ്പ് ഓർ സ്റ്റെപ്പിംഗ് ഡൗൺ ഓഫ് AC വോൾട്ടേജസ്, അതാണ് ട്രാൻസ്ഫോമറിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ട്രാൻസ്ഫോമറിൻ്റെ വർക്കിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ വർക്കിംഗ് എപ്പോഴും കോൺസ്റ്റൻറ്റ് ഫ്രീക്വൻസി, കോൺസ്റ്റൻറ്റ് പവറിലാണ്. അതായത് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന ഫ്രീക്വൻസി എന്താണോ അത് തന്നെയാണ് ഔട്ട്പുട്ടിൽ. പവർ ഒരു സർക്യൂട്ടിൽ നിന്ന് വേറൊരു സർക്യൂട്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ ഫ്രീക്വൻസിക്ക് യാതൊരു വിധത്തിലും ചേഞ്ചും വരില്ല. അതുപോലെ പവറും സെയിം ആയിരിക്കും. അതായത് ഈ സപ്ലൈ, അതായത് ഇൻപുട്ട് സൈഡിലെ സപ്ലൈ സൈഡിലെ ഫ്രീക്വൻസി F ആണെങ്കിൽ ഔട്ട്പുട്ട് സൈഡിലെ ഫ്രീക്വൻസി F തന്നെയായിരിക്കും. അതുപോലെ ഈ പവർ ട്രാൻസ്ഫറിൽ പവർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. പ്രൈമറിയിൽ എത്ര പവറാണോ അത്രയും തന്നെയായിരിക്കും സെക്കൻഡറിയിൽ. അല്ലെങ്കിൽ നമുക്ക് പറയാം KVA ഇൻ പ്രൈമറി ഈക്വൽ ടു KVA ഇൻ സെക്കൻഡറി. സെക്കൻഡറി എന്ന് പറയാം. അല്ലെങ്കിൽ KV എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ്. പ്രൈമറിയിലെ വോൾട്ടേജും കറണ്ടും ഞാൻ I1 വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ V1 I1 ഈക്വൽ ടു V2 I2 എന്ന് പറയാം. ഓക്കെ, അതായത് പ്രൈമറിയിലെ വോൾട്ടേജും കറണ്ടും V1 I1 ആണെങ്കിൽ സെക്കൻഡറിയിലെ വോൾട്ടേജ് V2 I2 ആണെങ്കിൽ ഫ്രീക്വൻസി കോൺസ്റ്റൻ്റ് ആണ്, പവർ കോൺസ്റ്റൻ്റ് ആണ് എന്ന കൺസെപ്റ്റിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? KVA ഇൻ പ്രൈമറി ഈക്വൽ ടു KVA ഇൻ സെക്കൻഡറി, അല്ലെങ്കിൽ V1 I1 ഈസ് ഈക്വൽ ടു V2 I2. ഇതിൽ നിന്ന് വീണ്ടും ഇതിനെ റെഡ്യൂസ് ചെയ്ത് വേണമെങ്കിൽ ഈ രീതിയിൽ എഴുതാം. V1 by V2 ഈസ് ഈക്വൽ ടു I2 by I1. ഓക്കെ, അപ്പോൾ ഇതാണ് ട്രാൻസ്ഫോമറിൻ്റെ ബേസിക് ആയിട്ട് പറയാനുള്ള കാര്യം. ഇനി അപ്പോൾ ട്രാൻസ്ഫോമർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റഡിയിലേക്ക് പോകാം. അപ്പോൾ ആദ്യമേ തന്നെ പഠിക്കേണ്ടത് എങ്ങനെയാണ് ഈ ട്രാൻസ്ഫോമർ ഒരു സർക്യൂട്ടിൽ നിന്ന് മറ്റു സർക്യൂട്ടിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദ ട്രാൻസ്ഫോമർ വർക്കിംഗ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇറ്റ്സ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അനുസരിച്ചാണ് ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത്. എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞു ഒരു പ്രൈമറി, സെക്കൻഡറി എന്ന് പറയുന്ന 2 കോയിൽസ് ഉണ്ടല്ലേ. അതായത് പ്രൈമറി എന്ന് പറയുന്ന സപ്ലൈ സൈഡിലുള്ള ഒരു കോയിലും സെക്കൻഡറി എന്ന് പറയുന്ന ലോഡ് സൈഡിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന കോയിലും. അപ്പോൾ പ്രൈമറി കോയിലിൽ നിന്ന് സെക്കൻഡറി കോയിലിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് ഈ ട്രാൻസ്ഫോമർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ബൈ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇനി എന്താണ് ഈ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പറയുന്നത്? Whenever there is a relative space or time variation between magnetic field and conductor, an EMF will be induced in that conductor. ഓക്കെ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ബേസിക് ഇലക്ട്രിക്കലിലൊക്കെ പഠിക്കുന്നതാണ് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്ന് അല്ലേ. 2 കോയിൽസ് ഉണ്ടെങ്കിൽ 2 കോയിൽസ് പ്രോക്സിമിറ്റിയിലാണ്. ഒരു കോയിലിൽ വരുന്ന ഫ്ലക്സ് ചേഞ്ചിൻ്റെ റിസൾട്ട് സെക്കൻഡ് കോയിലിലും റിഫ്ലക്റ്റ് ആകും. ആ
പ്രോസസ്സാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുക, അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് അല്ലേ. ഒരു കണ്ടക്ടറിലെ ഫ്ലക്സിന് ഒരു റേറ്റ് ഓഫ് ചേഞ്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ഇൻ എ കണ്ടക്ടർ will induce an EMF in the conductor, in the same conductor or the conductor which is placed near the first conductor. Okay, അതാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പറയുന്നത്. ഇവിടെ രണ്ട് കോയിൽസ് ആണ് ഉള്ളത്. നമ്മൾ പ്രൈമറി കോയിലാണ് സപ്ലൈ കൊടുക്കുന്നത്. എന്ത് സപ്ലൈ? AC സപ്ലൈ കൊടുക്കുന്നത്. അപ്പോൾ പ്രൈമറി കോയിലിൽ ഒരു AC വോൾട്ടേജ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു ഓൾട്ടർനേറ്റീവ് വോൾട്ടേജ് ആണ്. അപ്പോൾ ഒരു ഓൾട്ടർനേറ്റീവ് കറണ്ട് ഫ്ലോ ചെയ്യും. അത് മുഖേന ഒരു ഓൾട്ടർനേറ്റീവ് ഫ്ലക്സ് ഉണ്ടാവും. ഓൾട്ടർനേറ്റീവ് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടിന്യൂസ്ലി വേരിയിങ് ആയിട്ടുള്ള ഫ്ലക്സ് ആണ്. അപ്പോൾ ഈ ഫ്ലക്സ് കാരണം ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അനുസരിച്ച് പ്രൈമറി കോയിലിൽ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകാം. ആ ഇൻഡ്യൂസ്ഡ് EMFനെയാണ് നമ്മൾ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുക. ഇനി ഈ പ്രൈമറി കോയിലിലെ ഫ്ലക്സ് ചേഞ്ച് കാരണം സെക്കൻഡറി കോയിലിലും ഒരു EMF ഉണ്ടാകാം. കാരണം എന്താ? ഈ പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും ലിങ്ക് ചെയ്തിട്ടുണ്ട്. എങ്ങനെ ലിങ്ക് ചെയ്തിരിക്കുന്നത്? ഒരു മാഗ്നറ്റിക് ലിങ്കിങ് ഉണ്ട് ഇവിടെ, ഒരു അയൺ കോർ വഴി. ഒരു അയൺ കോറിൽ, ഒരു കോമൺ കോറിലാണ് ഈ രണ്ട് വൈൻഡിങ്സും പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രൈമറി കോയിലിൽ ഉണ്ടാകുന്ന ഫ്ലക്സ് ഈ കോറിലൂടെ ഈ സെക്കൻഡറി കോയിലുമായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രൈമറി കോയിലിലെ ഫ്ലക്സ് ചേഞ്ച് സെക്കൻഡറി കോയിലിലും ഒരു EMF ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കും. അങ്ങനെ സെക്കൻഡറി കോയിലിലും EMF ഇൻഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ് ട്രാൻസ്ഫോമറുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അല്ലെങ്കിൽ മ്യൂച്വൽ ഇൻഡക്ഷൻ പ്രൈമറി കോയിലിലെ ഫ്ലക്സ് ചേഞ്ച് കാരണം സെക്കൻഡറി കോയിലിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ പറയുന്നത്. അതാണ് ട്രാൻസ്ഫോമറുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഓക്കെ, ഇപ്പോൾ എക്സാംസിനൊക്കെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ച് കാണാറുണ്ട് ട്രാൻസ്ഫോമർ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ് എന്നുള്ളത്. അപ്പോൾ ഓപ്ഷൻ അനുസരിച്ച് ആൻസർ ചെയ്യുക. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതിനകത്ത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞാൽ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. ഫസ്റ്റ് കോയിലിൽ ഉണ്ടാകുന്ന EMF സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF, സെക്കൻഡ് കോയിലിൽ ഉണ്ടാകുന്ന EMF മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കോയിലിൽ നിന്ന് സെക്കൻഡ് കോയിലിലേക്ക് ട്രാൻസ്ഫർ ആകുന്നതാണ് ട്രാൻസ്ഫോമറിൻ്റെ പ്രിൻസിപ്പിൾ. അപ്പോൾ കറക്റ്റായിട്ട് പറയുമ്പോൾ മ്യൂച്വൽ ഇൻഡക്ഷൻ ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ട്രാൻസ്ഫോമർ. ഓക്കെ, അപ്പോൾ ആ ഡെഫിനിഷൻസ് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ഇനി വർക്കിംഗ് പ്രിൻസിപ്പിൾ അത്രയേ പറയാനുള്ളൂ. ഇനി നമ്മൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ സൈഡിലേക്ക് പോവാം. കൺസ്ട്രക്ഷൻ ഓഫ് എ ട്രാൻസ്ഫോമർ. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ കണ്ട ഫിഗറിൽ കണ്ടു, ഒരു അയൺ കോർ ഉണ്ട്. ഒരു അയൺ കോർ ഉണ്ടല്ലേ. ആ അയൺ കോറിൽ രണ്ട് വൈൻഡിങ്സ് ഉണ്ട്, പ്രൈമറി വൈൻഡിങ്ങും സെക്കൻഡറി വൈൻഡിങ്ങും. സപ്ലൈ കണക്ട് ചെയ്തിരിക്കുന്ന വൈൻഡിങ് പ്രൈമറി വൈൻഡിങ് എന്നും ലോഡ് കണക്ട് ചെയ്തിരിക്കുന്ന വൈൻഡിങ് സെക്കൻഡറി വൈൻഡിങ് എന്ന് നമ്മൾ വിളിക്കും. യൂഷ്വലി ഈ പ്രൈമറി വൈൻഡിങ് സെക്കൻഡറി വൈൻഡിങ്ങിനെ ഇപ്പോൾ പ്രൈമറി സൈഡിലെ വോൾട്ടേജ് കറണ്ട് ആണെങ്കിൽ V1 I1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. സെക്കൻഡറി സൈഡിലെ വോൾട്ടേജ് കറണ്ട് ആണെങ്കിൽ V2 I2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ എല്ലാ പാരാമീറ്റേഴ്സും ഉണ്ട് കേട്ടോ. അതായത് ഈ ട്രാൻസ്ഫോമറിൻ്റെ ഈ വൈൻഡിങ്ങിൽ എത്ര നമ്പർ ഓഫ് ടേൺസ് ഉണ്ട് എന്നുള്ളത് N വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. അത് പ്രൈമറിയിലെ ആണെങ്കിൽ N1, സെക്കൻഡറിയിലെ ആണെങ്കിൽ N2. നമ്പർ ഓഫ് ടേൺസ് N1ഉം N2. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ പറയുമ്പോൾ ഒരു കോറുണ്ട്, രണ്ട് വൈൻഡിങ്സ് ഉണ്ട്. പ്രൈമറി അല്ലെങ്കിൽ ഫസ്റ്റ് ലെവലിൽ പറയുമ്പോൾ കൺസ്ട്രക്ഷൻ സൈഡിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആ മൂന്ന് കാര്യമാണ്. ആ രണ്ട് കാര്യമാണ് കോറും വൈൻഡിങ്സും. ഇനി തേർഡ് കൺസ്ട്രക്ഷൻ പാർട്ടായിട്ട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ ഇൻസുലേഷൻ പാർട്ടാണ്. നമ്മൾ പറഞ്ഞു പ്രൈമറിയും സെക്കൻഡറിയും ലിങ്ക് ചെയ്തിട്ടുണ്ട്. എങ്ങനെ ലിങ്ക് ചെയ്തിട്ടുണ്ട്? മാഗ്നറ്റിക്കലി ലിങ്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. ഒരു മാഗ്നറ്റിക്കലി ലിങ്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രൈമറിയും സെക്കൻഡറിയും തമ്മിൽ ഇലക്ട്രിക്കൽ കണക്ഷൻ ഉണ്ടോ? ഇല്ല. ഇലക്ട്രിക്കലി അവ ഇൻസുലേറ്റഡ് ആണ്. അല്ലെങ്കിൽ പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും തമ്മിൽ യാതൊരു വിധത്തിലുള്ള ഇലക്ട്രിക്കൽ കണക്ഷൻസും ഇല്ല. അപ്പോൾ ആ അങ്ങനെ കണക്ഷൻസ് ഒന്നും ഇല്ലാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രൈമറിയും സെക്കൻഡറിയും തമ്മിൽ ഇൻസുലേറ്റ് ചെയ്യണം. അങ്ങനെ ഇൻസുലേഷൻ എന്ന് പറയുന്നതും കൺസ്ട്രക്ഷനിലെ ഒരു മെയിൻ പാർട്ടായിട്ട് വരും. ഓക്കെ, ഇനി അഗെയിൻ ഈ ഇൻസുലേഷൻ എന്ന് പറയുന്നത് രണ്ട് വൈൻഡിങ്സ് തമ്മിൽ മാത്രമാണോ? അല്ല. ഈ ട്രാൻസ്ഫോമറിലെ ഈ കോറും വൈൻഡിങ്സും തമ്മിൽ ഇൻസുലേഷൻ വേണം. ഇനി ഈ ട്രാൻസ്ഫോമറിൻ്റെ ഫർദർ പാർട്സ് പഠിക്കുമ്പോൾ ഈ കംപ്ലീറ്റ് അറേഞ്ച്മെൻറ്റ് നമ്മളൊരു ടാങ്കിലാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഒരു ടാങ്കിലേക്ക് ഇത്രയും അറേഞ്ച്മെൻറ്റ്സ് അങ്ങ് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ടാങ്കും ഈ വൈൻഡിങ്സും തമ്മിൽ ഇൻസുലേഷൻ വേണം. അങ്ങനെ ഇൻസുലേഷൻ പല വിധത്തിൽ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതെല്ലാം നോക്കാം. അപ്പോൾ 1 by 1 ആയിട്ട് പറയുമ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു കോറാണ്. കോർ എന്ന് പറഞ്ഞാൽ നമുക്കത് എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്,
അതിൻ്റെ ആവശ്യം എന്താണ്, കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നോക്കണം. അപ്പോൾ കോർ എന്ന് പറഞ്ഞാൽ ഏത് പാർട്ടാണെന്ന് നിങ്ങൾക്കറിയാം. ഇതാണ് കോർ എന്ന് പറയുന്നത് സിലിക്കൺ സ്റ്റീൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, സിലിക്കൺ സ്റ്റീൽ മെറ്റീരിയലാണ് കോർ കൺസ്ട്രക്ഷന് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ കോർ എന്ന് പറയുന്നത് ഒരു സിംഗിൾ സോളിഡ് പീസ് അല്ല, അത് ലാമിനേറ്റഡ് കോറാണ്. ലാമിനേറ്റഡ് കോറാണ്, അതായത് ചെറിയ ചെറിയ തിൻ ഷീറ്റുകളായിട്ട് ഈ സിലിക്കൺ സ്റ്റീൽ മെറ്റീരിയലിനെ ഉണ്ടാക്കിയെടുത്തിട്ട് ആ പല ഷീറ്റുകൾ അടുക്കി അടുക്കി വെച്ച് ഒരു സെറ്റാക്കി എടുക്കുന്നതാണ് ഒരു മൊത്തം സോളിഡ് കോർ എന്ന് പറയുന്നത്. ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. ഇതൊരു ഷീറ്റ്, അതിൻ്റെ അടുത്തൊരു ഷീറ്റ്, അങ്ങനെ കുറേ ഷീറ്റുകൾ, തിൻ ഷീറ്റുകൾ അടുക്കി അടുക്കി വെച്ചിരിക്കുകയാണ് ഒരു കംപ്ലീറ്റ് സോളിഡ് കോർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഈ ലാമിനേറ്റഡ് കോറിൻ്റെ സൈസും ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് അറിഞ്ഞിരിക്കാം. 0.35 mm ആണ് അതിൻ്റെ തിക്നെസ്, ഒരു ലാമിനേഷൻ്റെ തിക്നെസ്. ഓക്കെ, ഒരു ലാമിനേഷൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 0.35 mm ആണ്. ഇത് 50 ഹെർട്സിൻ്റെ റെഫറൻസിലാണ് കേട്ടോ പറയുന്നത്. യൂഷ്വലി നമ്മുടെ ഇന്ത്യയുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 ഹെർട്സ് ആണ്. 50 ഹെർട്സിൻ്റെ ഡിസൈൻ വരുമ്പോൾ ഒരു ലാമിനേറ്റഡ് കോറിൽ ഒരു ലാമിനേഷൻ എന്ന് പറയുന്നത് 0.35 mm തിക്നെസ്സിലാണ് ഉണ്ടാക്കാറ്. ഓക്കെ, അപ്പോൾ കോറിനെ പറ്റി സിലിക്കൺ സ്റ്റീൽ മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞു, ലാമിനേറ്റഡ് കോറാണ് എന്ന് പറഞ്ഞു. ഇനി ഒരു ചോദ്യം, എന്തിനിങ്ങനെ ലാമിനേറ്റഡ് കോറായിട്ട് യൂസ് ചെയ്യുന്നത്? ഒരു സോളിഡ് പീസായിട്ട് അങ്ങ് യൂസ് ചെയ്താൽ പോരായിരുന്നോ? എന്തിനാ ലാമിനേഷൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്? കാരണമുണ്ട്. ലാമിനേറ്റഡ് കോർ യൂസ് ചെയ്താലാണ് നമുക്കിതിനകത്ത് ചില ലോസുകളൊക്കെ ഒന്ന് കുറയ്ക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ലോസസ് എന്ന് പറയുന്നൊരു മെയിൻ സെക്ഷൻ വരുന്നുണ്ട്, അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇവിടെ ജസ്റ്റ് ആ പേരുകളൊന്ന് പറഞ്ഞു. ഓക്കെ, ലാമിനേറ്റഡ് കോറായിട്ട് യൂസ് ചെയ്യുന്നത് എഡ്ഡി കറൻറ്റ് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. എഡ്ഡി കറൻറ്റ് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എഡ്ഡി കറൻറ്റ് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ലാമിനേറ്റഡ് കോറായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി എന്താണ് ഈ സിലിക്കൺ സ്റ്റീൽ എന്ന് പറഞ്ഞ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത്? അതിലുണ്ട് കാര്യം. ചുമ്മാ കാസ്റ്റ് അയണോ അല്ലെങ്കിൽ സ്റ്റീലോ അല്ല, സിലിക്കൺ ആഡ് ചെയ്തിട്ടുള്ള സ്റ്റീൽ, അതായത് സിലിക്കൺ സ്റ്റീലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന് കാരണം ഹിസ്റ്റീരിസിസ് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം ഓരോ മെറ്റീരിയലിനും ഉള്ളൊരു പ്രോപ്പർട്ടിയാണിത്, അല്ലേ? നമ്മൾ മാഗ്നറ്റിസം പഠിക്കുമ്പോൾ പഠിക്കുന്നതാണ് BH കർവ് എന്ന് പറയുന്ന ഒരു കാര്യം. അതായത് ഫ്ലക്സ് ഡെൻസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി നമ്മളൊരു കർവാണ്. അപ്പോൾ ആ കർവിൽ ഹിസ്റ്റീരിസിസ് ലൂപ്പൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? ഹിസ്റ്റീരിസിസ് ലൂപ്പ് എങ്ങനെയാണ്? ഈ ഒരു രീതിയിലുള്ള ഒരു ഷേപ്പിലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു ഏരിയ, ഈ ഒരു ലൂപ്പ് ഏരിയ കുറഞ്ഞിരിക്കുന്ന മെറ്റീരിയൽസ് ആയിരിക്കും ഹിസ്റ്റീരിസിസ് ലോസ് കുറവുള്ള മെറ്റീരിയൽസ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു മെറ്റീരിയലാണ് ഏത്? ഈ സിലിക്കൺ സ്റ്റീൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹിസ്റ്റീരിസിസ് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് സിലിക്കൺ സ്റ്റീൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആ 2 പോയിന്റ്സും ഒന്ന് നോട്ട് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ അത്രയാണ് കോറിനെ പറ്റി പറയാനുള്ളത്. കോറിൻ്റെ ഫംഗ്ഷൻ എന്താണ്? കോർ ഈസ് യൂസ്ഡ് ആസ് എ ലോ റിലക്റ്റൻസ് പാത്ത് ഫോർ മാഗ്നറ്റിക് ഫ്ലക്സ് ഫ്രം പ്രൈമറി ടു സെക്കൻഡറി. പ്രൈമറിയും സെക്കൻഡറിയും തമ്മിൽ ഫ്ലക്സ് ലിങ്കേജ് വേണം. ആ ഫ്ലക്സ് ലിങ്കേജിന് ഒരു ലോ റിലക്റ്റൻസ് പാത്ത്, ചെറിയ റിലക്റ്റൻസ് ഉള്ള, അതായത് മാഗ്നറ്റിക് ഫ്ലക്സിന് ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പാത്ത് കൊടുക്കുക എന്നുള്ളതാണ് കോറിൻ്റെ ഫസ്റ്റ് ഫംഗ്ഷൻ. അത് കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ലാമിനേഷൻസ് ആയിട്ടാണ് ഓഫ് 0.35 mm സൈസ്. എന്തിനു വേണ്ടിയിട്ടാണ്? എഡ്ഡി കറൻറ്റ് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനി അത് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് സിലിക്കൺ സ്റ്റീലാണ്. സിലിക്കൺ സ്റ്റീൽ ഉപയോഗിക്കാനുള്ള കാരണം ഹിസ്റ്റീരിസിസ് ലോസ് കുറയ്ക്കുക എന്ന കാരണം. ഓക്കെ, അപ്പോൾ കോറിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി എന്താ ഉള്ളത്? വൈൻഡിങ്സ് ഉണ്ട്. പ്രൈമറി വൈൻഡിങ്ങും സെക്കൻഡറി വൈൻഡിങ്ങും. അപ്പോൾ പ്രൈമറി വൈൻഡിങ്, സെക്കൻഡറി വൈൻഡിങ്സ് എല്ലാം യൂഷ്വലി കോപ്പർ വയേഴ്സ് ആയിരിക്കും. ഓക്കെ, കോപ്പർ വയേഴ്സ് ആയിരിക്കും. വൈൻഡിങ് മെറ്റീരിയൽ എന്ന് പറയുന്നത് കോപ്പർ വയേഴ്സ് ആയിരിക്കും. എന്താ കോപ്പർ ഉപയോഗിക്കാനുള്ള കാരണം? കണ്ടക്ടിവിറ്റി. ഹൈ കണ്ടക്റ്റീവ് മെറ്റീരിയലാണ് കോപ്പർ എന്ന് പറയുന്നത്. അത് തന്നെയാണ് അതിൻ്റെ മെയിൻ റീസൺ. ഓക്കെ, അപ്പോൾ അത്രയാണ് വൈൻഡിങ്സിനെ പറ്റി. ദെൻ ഇൻസുലേഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, വൈൻഡിങ്സ് തമ്മിലും വൈൻഡിങ്സും കോറ് തമ്മിലും, കോറും ടാങ്കും വൈൻഡിങ്സും തമ്മിലും ഇൻസുലേഷൻ വേണം. ഈ ഇൻസുലേഷൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം.
അപ്പോൾ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് ഇപ്പോൾ കോറിൻ്റെ ഫങ്ഷൻസ് support to the winding, then provides low reluctance path made of laminations of soft and silicon steel. Then core diameter is proportional to, അതായത് ഈ കോർ എന്ന് പറയുന്നത് നമ്മൾ ലാമിനേഷൻസ് ആണ് എന്ന് പറഞ്ഞു. ഇതിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ എടുക്കുമ്പോൾ ഉള്ളൊരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം. ഇതാ കോറിൻ്റെ ക്രോസ് സെക്ഷണൽ വ്യൂ. ആ ക്രോസ് സെക്ഷണൽ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ റെക്റ്റാങ്കുലർ ആകാം, അല്ലെങ്കിൽ ഇങ്ങനെ ക്രൂസിഫോം അല്ലെങ്കിൽ സ്റ്റെപ്ഡ് കോറും ആകാം. ഓക്കെ, ക്രൂസിഫോം അല്ലെങ്കിൽ സ്റ്റെപ്ഡ് കോർ എന്ന് പറയാം. ഈ നമ്പർ ഓഫ് സ്റ്റെപ്സ് കൂട്ടിയൊക്കെ എടുക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു സ്പേസ് ഫാക്ടർ എന്ന് പറയും, മാക്സിമം യൂട്ടിലൈസേഷൻ എന്ന് പറയില്ലേ. ഇപ്പം ഇങ്ങനെ ഒരു ഇതാണെങ്കിൽ ഇത്രയും സ്പേസൊക്കെ നമുക്ക് വേസ്റ്റാണ്. ഓക്കെ, ഇതാകുമ്പോൾ കുറച്ചും കൂടി യൂസ് ചെയ്തു, ആ വേസ്റ്റ് ആയിട്ടുള്ള സ്പേസ് കുറച്ചും കൂടി യൂസ് ചെയ്തു. ഇനി ഒന്നുകൂടി സ്റ്റെപ്പ് കൂട്ടുകയാണെങ്കിൽ, അതായത് ഈ ഒരു രീതിയിലേക്ക് സ്റ്റെപ്പ് കൂട്ടി എടുക്കുകയാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് സ്പേസ് ഫാക്ടർ എന്താ ആ വേസ്റ്റ് സ്പേസ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു കൺസിഡറേഷനിൽ സ്റ്റെപ്ഡ് കോറാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യാറ്. സ്റ്റെപ്ഡ് കോറാണ് കോർ കൺസ്ട്രക്ഷനിൽ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യാറ്. സ്റ്റെപ്ഡ് കോർ അല്ലെങ്കിൽ ഇങ്ങനെ 2 സ്റ്റെപ്പ് ഉള്ളതിന് ക്രൂസിഫോം എന്ന് പറയും. ഓക്കെ, ക്രൂസിഫോം എന്ന് പറയും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ അതൊരു കാര്യം. ഇനി കോർ ഡയമീറ്റർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോപ്പർ ലോസസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു അയൺ ലോസസ്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് അവിടെ ഒന്ന് നോട്ട് ചെയ്താൽ മതി. എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ലോസസ് പറയുമ്പോൾ അതിൻ്റെ കൂടെ പറഞ്ഞോളാം. ഓക്കെ, അപ്പോൾ അത്രയാണ് കോറിനെ പറ്റി. ദെൻ വൈൻഡിങ്സിലേക്ക് വരുമ്പോൾ കോപ്പർ വയേഴ്സ് ആണ്. കോപ്പർ വയർ യൂസ് ചെയ്യാനുള്ള കാരണം ഹൈ കണ്ടക്ടിവിറ്റിയും ദെൻ ഹൈ ഡക്റ്റിലിറ്റി ഓഫ് കോപ്പർ. ഈ 2 റീസണാണ് കോപ്പർ വയേഴ്സ് യൂസ് ചെയ്യാനുള്ള കാരണം. ഇനി പ്രൈമറി വൈൻഡിങ്, സെക്കൻഡറി വൈൻഡിങ് ഉണ്ടെന്ന് പറഞ്ഞു. സപ്ലൈ സൈഡിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന പ്രൈമറി, ഔട്ട്പുട്ട് എടുക്കുന്നത് സെക്കൻഡറി വൈൻഡിങ്ങിൽ നിന്ന്. ഇനി ഈ സെക്കൻഡറിയും പ്രൈമറിയും ഇൻസുലേറ്റഡ് ആണ്, രണ്ടും തമ്മിൽ ഇൻസുലേഷൻസ് ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്ക് വരിക ഇൻസുലേഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ്. ഇൻസുലേഷൻ ഈസ് നെസസറി ഫോർ ട്രാൻസ്ഫോമേഴ്സ് ടു സെപ്പറേറ്റ് വൈൻഡിങ്സ് ഫ്രം ഈച്ച് അതർ ആൻഡ് ടു അവോയ്ഡ് ഷോർട്ട് സർക്യൂട്ട്. ഓക്കെ, 2 വൈൻഡിങ്സ് തമ്മിൽ ഇലക്ട്രിക്കൽ ഐസൊലേഷൻ വേണം, അതിന് വേണ്ടിയിട്ടാണ് ഇൻസുലേഷൻ. ദെൻ ഇൻസുലേഷൻ മീഡിയമായിട്ട് യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? ഇൻസുലേഷൻ മീഡിയമായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു ട്രാൻസ്ഫോമറിൽ ഇൻസുലേറ്റിംഗ് ഓയിലാകാം. ഞാൻ പറഞ്ഞു ഇപ്പോൾ ഈ പറഞ്ഞ ഒരു കോറും അതിൻ്റെ പ്രൈമറി വൈൻഡിങ്, സെക്കൻഡറി വൈൻഡിങ്, ഈ ഒരു കൺസ്ട്രക്ഷൻ നമ്മൾ ഒരു ടാങ്കിലേക്കാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഒരു കാസ്റ്റ് അയണിൻ്റെ ഒരു ടാങ്കിലേക്കാണ് ഈ പറഞ്ഞ ട്രാൻസ്ഫോമറിൻ്റെ ഈ ഒരു അറേഞ്ച്മെൻറ്റ് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ടാങ്കിൽ നമ്മൾ ഓയിൽ ഫില്ല് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഈ ഓയിൽ ഫില്ല് ചെയ്ത് അതിനകത്തേക്കാണ് ഈ അറേഞ്ച്മെൻറ്റ് ഇൻസേർട്ട് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പോൾ ഈ ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടാങ്കും ഈ കോറും തമ്മിലും അല്ലെങ്കിൽ ഈ വൈൻഡിങ്സിൻ്റെ ഇടയ്ക്കൂടെ എല്ലായിടത്തോടെയും അങ്ങ് ഫില്ലായിട്ട് ഒരു ഇൻസുലേഷൻ അതിന് പ്രൊവൈഡ് ചെയ്യും. അത് ഒരു ഫങ്ഷൻ, അതായത് ഇൻസുലേറ്റിംഗ് ഓയിലിൻ്റെ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് ഇൻസുലേഷൻ. ഇനി ഈ ഓയിലിന് ഒരു ഫങ്ഷൻ കൂടി ഉണ്ട്, കൂളിംഗ്. ഓക്കെ, ഈ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സപ്ലൈ സൈഡ് എനർജൈസ് ആയി കഴിയുമ്പോൾ ട്രാൻസ്ഫോമർ ആക്ഷൻ നടക്കും. അത് കുറച്ച് നേരം വർക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ആ വൈൻഡിങ്സ് എല്ലാം നല്ലപോലെ ഹീറ്റ് ആവും. ഈ ഹീറ്റ് ആവുന്ന വൈൻഡിങ്സിൻ്റെ ആ ഹീറ്റ് അബ്സോർബ് ചെയ്യുക എന്നൊരു ഫങ്ഷൻ കൂടി ആര് നിർവഹിക്കുന്നുണ്ട്? ഈ ഓയിൽ, ഈ ട്രാൻസ്ഫോമർ ഓയിൽ നിർവഹിക്കുന്നുണ്ട്. ഓക്കെ, ചില കോമ്പറ്റേറ്റീവ് എക്സാമിന് ട്രാൻസ്ഫോമർ ഓയിലിൻ്റെ ട്രേഡ് നെയിം ഒക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അസ്കാരൽസ് എന്ന് പറയും. ഓക്കെ, എൻ്റെ ഒരു ട്രേഡ് നെയിമാണ് ഇൻസുലേറ്റിംഗ് ഓയിലിൻ്റെ. ഓക്കെ, പൈറോക്കോൾ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെയുണ്ട്. ഇതാണ് ചോദിച്ച് കണ്ടിട്ടുള്ളൊരു പേര്. ഓക്കെ, അപ്പോൾ ഇൻസുലേറ്റിംഗ് ഓയിൽ, ആ ഓയിലിൻ്റെ ട്രാൻസ്ഫോമർ ഓയിലിൻ്റെ 2 ഫങ്ഷൻ, കൂളിങ്ങും ഇൻസുലേഷനും. ഓക്കെ, ദെൻ ഇൻസുലേറ്റിംഗ് ടേപ്പ് ഉപയോഗിച്ചും നമുക്ക് ഇൻസുലേറ്റ് ചെയ്യാം. അതായത് ഈ വൈൻഡിങ്സിന് ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ച് ഇങ്ങനെ ചുറ്റിയിട്ടുണ്ടാവും. ഈ കോപ്പർ വയർ ബെയറായിട്ടല്ല, ഇൻസുലേറ്റിംഗ് ടേപ്പ് ഉപയോഗിച്ച് ചുറ്റിയായിരിക്കും പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇൻസുലേറ്റിംഗ് പേപ്പറും അതുപോലെ തന്നെ ദെൻ വുഡ് ബേസ്ഡ് ലാമിനേഷൻസും ഉണ്ടാകാറുണ്ട് കോറുമായിട്ടുള്ള ആ ഇൻസുലേഷന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇൻസുലേഷൻ കൊടുക്കാനുള്ള മെത്തേഡ്സ് ആണ്. ഇനി ഒരു കാര്യം കൂടി ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഇൻസുലേറ്റിംഗ് ഓയിൽ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ട്രാൻസ്ഫോമർ ഓയിൽ എന്നാണ് നമ്മൾ ജനറൽ ആയിട്ട് പറയാം. ട്രാൻസ്ഫോമർ
ഓയിൽ. ഈ ട്രാൻസ്ഫോമർ ഓയിലിന് വേണ്ട കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഓക്കെ, ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഫോർ ട്രാൻസ്ഫോമർ ഓയിൽ, അങ്ങനെ ഒരു കാര്യമുണ്ട്. അത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. ഒന്ന്, അത് ഇൻസുലേഷൻ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അല്ലേ. ഇപ്പം ഇൻസുലേഷൻ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിന് ഹൈ ഡൈ ഇലക്ട്രിക് സ്ട്രെങ്ത് ആയിരിക്കണം. ഡൈ ഇലക്ട്രിക് സ്ട്രെങ്ത് ആകണം. ഓക്കെ, അല്ലെങ്കിൽ ഹൈ വോൾട്ടേജ് അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യില്ല. ഓക്കെ, ഹൈ ഡയലക്ട്രിക് സ്ട്രെങ്ത് വേണം. ദെൻ ഈ ഓയിൽ എന്ന് പറയുന്നത് ഫ്രീ ഫ്രം മോയ്സ്ചർ, വാട്ടർ കണ്ടന്റ് ഒക്കെ ആയിരിക്കണം. ദെൻ വേറൊരു പ്രോപ്പർട്ടി പറയുകയാണെങ്കിൽ ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി ഉണ്ടാവണം. അതായത് ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി ഉണ്ടാവണം. എന്താ കാരണം? ഇതിൻ്റെ സെക്കൻഡ് പർപ്പസ് കൂളിംഗ് ആണ്. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ഹീറ്റ് അബ്സോർബ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ആ ഓയിലിന് ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫോമർ ഓയിലിൽ രണ്ട് പ്രോപ്പർട്ടീസും ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇൻസുലേറ്റിംഗ് ഏജൻസ് പറയാനുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു ട്രാൻസ്ഫോമറിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള പാർട്സിനെ പറ്റിയാണ്. ഈ ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോമർ, നമ്മൾ ഈ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറൊക്കെ റോഡ് സൈഡിൽ കണ്ടിട്ടുണ്ടല്ലേ. ആ ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഈ 3 അറേഞ്ച്മെൻറ്റ്സ് മാത്രമല്ല, അതിന് കുറച്ച് പ്രൊട്ടക്ഷൻ സൈഡും അല്ലാതെയുള്ള കുറച്ച് വൈൻഡിങ്സ് പുറത്തേക്ക് എടുക്കാനുള്ള ബുഷിങ്സ്, അങ്ങനെ കുറച്ചധികം പാർട്സ് ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇവിടെ കാണിച്ചു തരാം. ഒരു സർഫസ് ലെവലിൽ അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ഓക്കെ, പാർട്സ് ഓഫ് എ ട്രാൻസ്ഫോമർ. പാർട്സ് ഓഫ് എ ട്രാൻസ്ഫോമർ. അപ്പോൾ എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ ഒരു ട്രാൻസ്ഫോമർ ടാങ്ക് ഉണ്ട്. ട്രാൻസ്ഫോമറിൻ്റെ ടാങ്ക് ഉണ്ട്. ആ ടാങ്കിൻ്റെ അകത്ത് ട്രാൻസ്ഫോമർ ഓയിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഓയിൽ ഇൻസുലേഷനും കൂളിങ്ങിനും വേണ്ടിയിട്ടാണ്. ആ സെറ്റപ്പിലാണ് ആര്? ഈ കോറും അതിനകത്ത് വൈൻഡിങ്സും ഇങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും പാർട്സ് നമ്മൾ കണ്ടു. ഇനി ഈ വൈൻഡിങ്സ് പുറത്തേക്കുള്ള ഇതിൻ്റെ കണക്ഷൻസ്, അതായത് ഇൻപുട്ട് കണക്ഷൻ ആണെങ്കിലും ഔട്ട്പുട്ട് കണക്ഷൻ ആണെങ്കിലും പുറത്തേക്ക്, ടാങ്കിൻ്റെ പുറത്തേക്ക് അതിൻ്റെ കണക്ഷൻ എടുക്കുന്ന പോയിന്റ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ആ പോയിന്റ്സിന് പറയുന്ന പേരാണ് ബുഷിങ്സ്. ഓക്കെ, പ്രൈമറി ബുഷിങ്ങും ഉണ്ട്, സെക്കൻഡറി ബുഷിങ്ങും ഉണ്ട്. ഓക്കെ, അതൊരു ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഒരു കവറാണ്. ഓക്കെ, ആ ബുഷിങ്സിലൂടെയാണ് നമുക്ക് പുറത്തേക്കുള്ള കണക്ഷൻസ് എടുക്കുന്നത്. അപ്പോൾ ഒരു പാർട്ടായി. ദെൻ നെക്സ്റ്റ് ഇതിനകത്തുള്ളതാണ് കൂളിംഗ് ട്യൂബ്സ്. നമ്മൾ പറഞ്ഞു ഇൻസുലേഷൻ ഓയിൽ ഉണ്ടല്ലോ, ഈ ട്രാൻസ്ഫോമർ ഓയിൽ ഫില്ല് ചെയ്തിട്ട് അതിനകത്താണ് ഈ ട്രാൻസ്ഫോമർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ ഓയിൽ ഹീറ്റ് ആവുന്നതനുസരിച്ച് ഈ ഓയിലിനെ നമ്മൾ കൂൾ ചെയ്ത് കൊടുക്കണം. കാരണം കണ്ടിന്യൂസ്ലി വർക്കിംഗ് ആയിട്ടുള്ള ട്രാൻസ്ഫോമേഴ്സ് ആണ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സ്, പവർ ട്രാൻസ്ഫോമേഴ്സ് ഒക്കെ. അപ്പോൾ ഈ ഓയിലും ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഹീറ്റ് എല്ലാം അബ്സോർബ് ചെയ്ത് അങ്ങ് ഹീറ്റഡ് ആവും. അപ്പോൾ ആ ഓയിലിനെ കൂൾ ചെയ്യാനായിട്ട് കൂളിംഗ് ട്യൂബ്സ് ഉണ്ടാവുമായിരിക്കും. ഓക്കെ, കൂളിംഗ് മെത്തേഡ്സ് ഒക്കെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് ഇതിൻ്റെയൊക്കെ അറേഞ്ച്മെൻ്റ് ഒക്കെ മാറും. അപ്പോൾ കൂളിംഗ് ട്യൂബ്സ് ഈ കൂളിംഗ് പർപ്പസിന് വേണ്ടിയിട്ട്. ഇനിയുള്ളൊരു മെയിൻ പാർട്ടാണ് കൺസർവേറ്റർ ടാങ്ക്. കൺസർവേറ്റർ ടാങ്ക് എന്ന് പറഞ്ഞാൽ ഈ ട്രാൻസ്ഫോമർ ഓയിൽ തന്നെ ഫില്ല് ചെയ്തിട്ടുള്ള ഒരു ടാങ്കാണ്. ആ ടാങ്ക് ഈ മെയിൻ ടാങ്കിനേക്കാൾ കുറച്ച് ഉയർന്ന ലെവലിലായിരിക്കും പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. എന്താ അതിൻ്റെ യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൺസർവേറ്റർ ടാങ്കിലെ ഓയിലും ഈ മെയിൻ ടാങ്കിലെ ഓയിലും തമ്മിൽ ഇങ്ങനെ കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, ഈ ഇൻസുലേറ്റിംഗ് ഓയിൽ അല്ലെങ്കിൽ ട്രാൻസ്ഫോമർ ഓയിൽ ഹീറ്റ് അബ്സോർബ് ചെയ്ത് അത് ഹീറ്റഡ് ആകുമ്പോൾ എന്ത് പറ്റും? ഓയിൽ പയ്യെ എക്സ്പാൻഡ് ചെയ്യും. ഈ ഓയിൽ ഈ മെയിൻ ടാങ്കിൽ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ മെയിൻ ടാങ്ക് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ് ഓയിൽ വെച്ചല്ലേ. അപ്പോൾ ഇവിടെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ഈ ടാങ്കിൻ്റെ ഒരു വോളിയത്തിൻ്റെ മുകളിലേക്ക് ആയിക്കഴിഞ്ഞാൽ ഈ ടാങ്ക് ഡാമേജ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ഓയിലും ഈ കൺസർവേറ്റർ ടാങ്കിലെ ഓയിലും തമ്മിൽ ഇങ്ങനെ ഒരു കണക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഓയിൽ എക്സ്പാൻഡ് ആയിക്കഴിഞ്ഞാൽ, മെയിൻ ടാങ്കിലെ ഓയിൽ എക്സ്പാൻഡ് ആയിക്കഴിഞ്ഞാൽ ആ അധികം വരുന്ന ഓയിൽ എങ്ങോട്ട് പോകും? ഈ കൺസർവേറ്റർ ടാങ്കിലേക്ക് പോകും. അതായത് ഓയിൽ എക്സ്പാൻഡ് ആയിക്കഴിഞ്ഞാൽ ഈ ടാങ്കിലെ ഓയിൽ ലെവൽ അങ്ങ് കൂടിയിട്ട് ആ കൂടുന്ന ഓയിൽ ഈ കൺസർവേറ്റർ ടാങ്കിലേക്ക് അബ്സോർബ് ആകും. ഓക്കെ, ഇനി തിരിച്ച് ഇവിടെ ഓയിൽ കൂളായി കഴിഞ്ഞാൽ തിരിച്ചും ഇത് സംഭവിക്കും. ഈ ഓയിൽ കൺട്രാക്ട് ചെയ്യും. അപ്പോൾ കൺസർവേറ്റർ ടാങ്കിൽ നിന്ന് കുറവുള്ള ഓയിൽ ഈ മെയിൻ ടാങ്കിലേക്ക് വന്ന് അത് തമ്മിൽ ബാലൻസ് ആയിക്കോളും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫംഗ്ഷനാണ് കൺസർവേറ്റർ ടാങ്കിനുള്ളത്. ഓയിൽ എക്സ്പാൻഷൻ അല്ലെങ്കിൽ കൺട്രാക്ഷൻ സമയത്തുള്ള ആ ഓയിൽ ബാലൻസ്. ഓക്കെ, ഇനി ഈ കൺസർവേറ്റർ ടാങ്ക് മെയിൻ ടാങ്ക് തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു ബക്കോൾസ് റിലേ വെച്ചിട്ടാണ്. ബക്കോൾസ് റിലേ എന്ന് പറഞ്ഞാൽ അതൊരു പ്രൊട്ടക്ഷൻ സൈഡിലേക്കുള്ള റിലേ ആണ്. ഓക്കെ, അതായത് ഈ ടാങ്കിൻ്റെ അകത്ത് ഇൻറ്റീരിയർ ഫോൾട്ടുകളൊക്കെ എന്തെങ്കിലും ആർക്കിങ്ങോ
അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്യാസ് ഫോർമേഷനോ അങ്ങനെ എന്തെങ്കിലും കാരണം എന്തെങ്കിലും പ്രശ്നങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഈ ബക്കോൾസ് റിലേ ആക്ടിവേറ്റഡ് ആവും. അന്നേരം ഒരു അലാമായിട്ടോ അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഇൻഡിക്കേഷൻ കിട്ടും. അപ്പോൾ അങ്ങനെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ട്രാൻസ്ഫോമറിൽ യൂസ് ചെയ്യുന്ന റിലേ ആണ് ബക്കോൾസ് റിലേ. ഓക്കെ, അതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കിംഗ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ കൺസർവേറ്റർ ടാങ്കും മെയിൻ ടാങ്കിൻ്റെയും ഇടയ്ക്കാണ് ബക്കോൾസ് റിലേ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ കൺസർവേറ്റർ ടാങ്കിൽ നിന്ന് ഈ ഓയിൽ എക്സ്പാൻഷൻ കൺട്രാക്ഷൻ നടക്കുമ്പോൾ ഇവിടെ ഒരു എയർ ഫ്ലോ കൂടി ഉണ്ടല്ലേ. ആ എയർ ഫ്ലോയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്ന കമ്പോണൻ്റ് ആണ് ബ്രീത്തർ. ഓക്കെ, ഇതുവഴി ഈ ബ്രീത്തർ വഴിയാണ് പുറത്ത് നിന്ന് എയർ സക്ക് ചെയ്യുന്നതും റിലീസ് ചെയ്യുന്നതും. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കമ്പോണൻറ്റിൽ കൂടെ ചെയ്യുന്നത്? ഈ ബ്രീത്തർ എന്ന് പറഞ്ഞാൽ സിലിക്ക ജെല്ലിൻ്റെ ഒരു സിസ്റ്റമാണ്. അതായത് സിലിക്ക ജെല്ലിലൂടെയാണ് ഈ എയർ അകത്തേക്ക് പോകുന്നതും പുറത്തേക്ക് വരുന്നതും. എന്തിനു വേണ്ടിയിട്ടത്? പുറത്ത് അറ്റ്മോസ്ഫിയറിൽ ഉള്ള വാട്ടർ വേപ്പേഴ്സ് അല്ലെങ്കിൽ വാട്ടർ കണ്ടൻറ്റ് ഈ ടാങ്കിൻ്റെ അകത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രിക്കോഷനാണ് ആ സിലിക്ക ജെല്ല്. അതായത് ഇവിടെ എയർ സക്കിങ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രീത്തിങ് പ്രോസസ്സ് പോലെയാണ്. ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ പുറത്തു നിന്നുള്ള എയർ അകത്തേക്ക് വലിച്ചെടുക്കുന്നു. അപ്പോൾ അതിനകത്തെ വലിച്ചെടുക്കുന്ന എയറിനകത്തെ വാട്ടർ കണ്ടന്റ് ഈ സിലിക്ക ജെല്ല് അബ്സോർബ് ചെയ്യും. ആൻഡ് ഇറ്റ് പ്രിവെൻറ്റ്സ് എൻറ്ററിങ് വാട്ടർ കണ്ടന്റ് ഫ്രോം മെയിൻ ടാങ്കിലേക്ക് അല്ലെങ്കിൽ കൺസർവേറ്റർ ടാങ്കിലേക്ക് ആ ഓയിലിലേക്ക് വാട്ടർ കണ്ടന്റ് എത്തുന്നത് പ്രിവെൻറ്റ് ചെയ്യും. ഓക്കെ, ഇനി ഈ സിലിക്ക ജെല്ലിനെ പറ്റി ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം. ഈ സിലിക്ക ജെല്ല് എന്ന് പറയുന്നത് ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ അതിൻ്റെ കളർ എന്ന് പറയുന്നത് ബ്ലൂ ആണ്. ഓക്കെ, ബ്ലൂ കളറാണ്. ഇനി ഈ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്ത് കുറച്ച് നാളുകൾക്ക് ശേഷം ഇങ്ങനെ ബ്രീത്തിങ് ഒക്കെ നടന്ന് ആ സിലിക്ക ജെല്ലിൽ കുറേ മോയ്സ്ചർ കണ്ടന്റ് ഒക്കെ വന്ന് സിലിക്ക ജെല്ല് സാച്ചുറേറ്റഡ് ആവും. സിലിക്ക ജെല്ല് സാച്ചുറേറ്റഡ് ആകുമ്പോൾ അല്ലെങ്കിൽ അത് വെറ്റ് ആകുമ്പോൾ അതിൻ്റെ കളർ എന്ന് പറയുന്നത് പിങ്ക് ആണ്. ഓക്കെ, ഡ്രൈ സിലിക്ക ജെല്ല് ബ്ലൂ കളറും വെറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വാട്ടർ സാച്ചുറേറ്റഡ് സിലിക്ക ജെല്ല് പിങ്ക് കളറുമാണ്. അപ്പോൾ ദിസ് ഈസ് ആൻ ഇൻഡിക്കേഷൻ ദാറ്റ് സിലിക്ക ജെൽ ഷുഡ് ബി റീപ്ലേസ്ഡ് വിത്ത് അനദർ ഡ്രൈ സിലിക്ക ജെൽ. ഓക്കെ, സിലിക്ക ജെല്ല് ഇങ്ങനെ പിങ്ക് കളറായി കണ്ടു കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ നമ്മൾ മാറ്റി ഡ്രൈ ആയിട്ടുള്ള സിലിക്ക ജെല്ല് പ്ലേസ് ചെയ്യണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? വാട്ടർ മേ എൻ്റർ ദ മെയിൻ ടാങ്ക്. ഓക്കെ, വാട്ടർ കണ്ടന്റ് മേ എൻ്റർ ദ മെയിൻ ടാങ്ക്. ഓക്കെ, അപ്പോൾ ഇത് പല എക്സാമിനും ചോദിച്ച് കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഡ്രൈ സിലിക്ക ജെല്ലും വെറ്റ് സിലിക്ക ജെല്ലും അതിൻ്റെ കളർ. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയാണ് മെയിൻ പാർട്സ് പറയാനുള്ളത്. ദെൻ ടെമ്പറേച്ചർ ഗേജ്, അങ്ങനെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് വേറെയും പല എലമെൻറ്റ്സ് ഉണ്ട്. മെയിൻ ആയിട്ടുള്ളത് ഇത്രയാണ്. ഓക്കെ, ദെൻ എക്സ്പ്ലോഷൻ വെൻറ്റ്, അതൊന്നും അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ് അല്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ ചെറിയ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്, അത് വായിച്ചു നോക്കുക. എല്ലാം തന്നെ ഇനി ഒരു പോയിന്റ് കൂടി ഇതിട്ട് ഇവിടെ ആഡ് ചെയ്യാനുള്ളത്, നമ്മൾ പറഞ്ഞു ഈ കോർ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഷേപ്പിലാണ്, അത് ഇന്ന മെറ്റീരിയൽ ആണെന്നൊക്കെ പറഞ്ഞു. ഈ കോർ കൺസ്ട്രക്ഷൻ ലാമിനേഷൻസ് ആണ് എന്ന് പറഞ്ഞു. ഇനി ഈ ലാമിനേഷൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ സ്ക്വയർ പീസ് ആയിട്ടുള്ള ലാമിനേഷൻ അല്ല. അവിടെ ഇ ആൻഡ് ഐ സെക്ഷൻസ് അല്ലെങ്കിൽ എൽ സെക്ഷൻസ് ഉപയോഗിച്ചിട്ടുള്ള, അതായത് ആ ഒരു ഷേപ്പിലുള്ള സെക്ഷൻസ് ആയിരിക്കും ഈ ലാമിനേഷൻസിന് യൂസ് ചെയ്യുക. അത് സ്റ്റാക്ക് ചെയ്ത് ബോൾട്ട് ചെയ്താണ് ഒരു കംപ്ലീറ്റ് ഫിഗറായിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു പോയിന്റ് കൂടി നോട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത്രയാണ് കൺസ്ട്രക്ഷൻ സൈഡിൽ പറയാനുള്ളത്. അപ്പോൾ ഈ ആൻഡ് ഐ സെഷൻസ് ഉപയോഗിച്ചിട്ടാണ് ആ കോറ് ബിൽഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ എടുക്കുന്നത്. വർക്കിംഗ് പ്രിൻസിപ്പിൾ നമ്മൾ പറഞ്ഞു, അതിൻ്റെ കൺസ്ട്രക്ഷനും പറഞ്ഞു. ഓക്കെ, അപ്പോൾ വർക്കിംഗ് പ്രിൻസിപ്പിൾ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. കൺസ്ട്രക്ഷനിൽ മെയിനായിട്ട് അറിയേണ്ടത് കോർ, പ്രൈമറി വൈൻഡിങ്, സെക്കൻഡറി വൈൻഡിങ്, ഇൻസുലേറ്റിംഗ് ട്രാൻസ്ഫോമർ ഓയിലാണ്. ട്രാൻസ്ഫോമർ ഓയിലിന് രണ്ട് പർപ്പസ് ഉണ്ട്, കൂളിംഗ് പർപ്പസും ഇൻസുലേഷനും. ഓക്കെ, ഇനി ബാക്കി പറഞ്ഞ പാർട്സിൻ്റെയും ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ബാക്കി നെക്സ്റ്റ് സെഷനിൽ കാണാം. താങ്ക് യു.